വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പെണ്ണുങ്ങളുടെ ഒരുക്കത്തിനെ കുറിച്ചുള്ള പരാതി തീർക്കാനായിട്ട് ശ്യാമ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു 15 മിനിറ്റ് സമയം തരാം, എന്താ നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പെട്ടു സാറേ എന്ന് അർജുൻ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, സാറിലെ തുടങ്ങി വെച്ചത് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറയുന്നു. അന്നേരം എൻ്റെ കയ്യിൽ എന്ന് ഇങ്ങനെ പതുക്കെ രാജീവ് പറയുമ്പോൾ ചെവിയും കൊണ്ട് ചെല്ലുകയാണ് വിഷ്ണു. അന്നേരം എൻ്റെ കയ്യിലൊരു വഴിയില്ല എന്ന് രാജീവും പറഞ്ഞങ്ങ് ഒഴിയുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലേ, അപ്പോൾ പെണ്ണുങ്ങൾ തന്നെ വിജയിച്ചു എന്ന് തീരുമാനിക്കാം, ഇനി ഇവരുടെ ഒരുക്കത്തെക്കുറിച്ച് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കത്തേ ഇല്ല, ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സാറേ എന്നൊക്കെ വിഷ്ണു വിളിക്കുന്നുണ്ട്. തുടർന്ന് രാജീവ് അങ്ങ് പറയുകയാണ്, അതിന് ആര് പറഞ്ഞു ചലഞ്ച് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്? ഞങ്ങൾ തയ്യാറാണ് അല്ലേ എന്ന് രാജീവ് അർജുനോടും വിഷ്ണുവിനോടും ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവും അർജുനും ഒക്കെ വായും പൊളിച്ചിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പതിയെ ചോദിക്കുകയാണ്, അപ്പോൾ സാറിന് ഒരുക്കാനൊക്കെ നല്ല വശമാണല്ലേ എന്ന്. അന്നേരം രാജീവ് ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാണ്, ദേ കൈ കൊടുത്തേന്ന് പറഞ്ഞിട്ട് രാജീവ് ഇങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരം വിഷ്ണു കയ്യിലങ്ങ് ബലമായിട്ട് അടിക്കുമ്പോഴും അത് രാജീവിന് കുറച്ച് വേദനിക്കുന്നുണ്ട്. തുടർന്ന് അർജുനും ആ കൈ കൊടുക്കുകയാണ്. അന്നേരം ശാരദാമ്മ അങ്ങ് ഇവർ സമ്മതിച്ചതിലങ്ങ് ആ ഒരു രസത്തിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിന്നെ ശാരികയും പ്രീതിയും ശാലിനിയും ഒക്കെ അങ്ങ് ആ ഒരു രസത്തിൽ നിൽക്കുകയാണ്. അവർ തങ്ങളെ ഒരുക്കാൻ പോകുന്നു എന്നുള്ള ഒരിതിൽ. തുടർന്ന് 3 പേരെയും ഒരുക്കാനുള്ള ശ്രമത്തിലാണ് വിഷ്ണുവും രാജീവും അർജുനും. കുടുംബശ്രീ ഹോട്ടലിനകത്താണ് സംഭവം. ബെഞ്ചിൽ ഇങ്ങനെ 3 പേരും നിരന്നിരിക്കുകയാണ്. അർജുനും വിഷ്ണുവും രാജീവും കൂടി ചീപ്പുമായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇതിൻ്റെ ജഡ്ജെന്ന്. നേരെ ശ്യാമ പറയുകയാണ്, ഞാനല്ലേ ഗെയിം തുടങ്ങി വെച്ചത്, അപ്പം ഞാൻ തന്നെയാണ് ജഡ്ജെന്ന്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അത് പറ്റില്ല, നീ ആണെങ്കിൽ പക്ഷാഭേദം കാണിക്കും, ശാരദാമ്മ തന്നെ ആയിക്കോട്ടെ എന്ന്. നേരെ ശാരദാമ്മ ശരിവെക്കുകയാണ്. തുടർന്ന് റെഡി 1 2 3 എന്ന് ശ്യാമ പറയുമ്പോൾ ചീപ്പുമായിട്ട് അവരുടെ പുറകിലേക്ക് ചാടുകയാണ് ഇവർ 3 പേരും കൂടി. തലമുടി കെട്ടാനുള്ള ശ്രമമാണ് ആദ്യം. ഇത് എവിടെ നിന്ന് തുടങ്ങുമെന്നും പറഞ്ഞ് മുടിയൊക്കെ പിടിച്ച് വഴിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എനിക്ക് വേദനിക്കുന്നു എന്ന്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, നീണ്ട വാല് പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജീവും ശാരികയുടെ മുടി പിടിക്കുകയാണ്. അന്നേരം ശാരിക എനിക്ക് വേദനിക്കുന്നു എന്നും പറഞ്ഞ് സൂക്ഷിച്ച് നോക്കുകയാണ്. പക്ഷെ അതേസമയം അർജുനാണെങ്കിൽ പ്രീതിയുടെ മുടി പതുക്കെ പിടിച്ചിട്ട് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ശാരദാമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. തുടർന്ന് ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നും പറഞ്ഞ് വിഷ്ണു പിടിക്കുകയാണ് മുടിയിലേക്ക്. തുടർന്ന് ഹനുമാന്റെ വാല് പോലെ ഇരിക്കുന്നു എന്ന് പ്രീതിയുടെ മുടി പിടിച്ചിട്ട് അർജുൻ പറയുകയാണ്. ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ രാജീവ് നിൽക്കുകയാണ്. തുടർന്ന് ആ ചീപ്പ് ഇങ്ങനെ വാ കൊണ്ട് കടിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ബണ്ണൊക്കെ എടുക്കുകയാണ്. ഈ സമയം ഇത് കാണുന്ന ശ്യാമ പറയുകയാണ്, ദേ ഹനുമാൻ ദേ നിൽക്കുന്നു എന്ന്. തുടർന്ന് എല്ലാവരും രാജീവിനെ നോക്കി അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം നിന്നെ പഠിപ്പിക്കുന്ന സാറാണെന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം സാർ ആദ്യം പരീക്ഷയിൽ പാസ്സാകുമോ എന്ന് നോക്കട്ടെ എന്ന് ശ്യാമ പറയുകയാണ്. തുടർന്ന് ഇതേസമയം ഈ 3 പേരുടെയും കയ്യിൽ കണ്ണാടിയുണ്ട്. കണ്ണാടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അവരിങ്ങനെ തല കെട്ടുന്നത് കണ്ണാടിയിൽ കൂടി ഒരു 3 പേരും കാണുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ കണ്ണാടിയിൽ കൂടി പിരികം ചുളിച്ച് വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവും ശാലിനിയും കുറേ നേരം കണ്ണാടിയിൽ കൂടി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഉമ്മയൊക്കെ കാണിക്കുന്നുണ്ട് കണ്ണാടിയിലേക്ക് നോക്കി. അന്നേരം ഇത് ശ്യാമ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഗെയിമിനിടയ്ക്ക് അതർ ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല എന്ന്. അന്നേരമാണ് അവിടെ ഉള്ള അവരുടെ ശ്രദ്ധ വീണ്ടും മാറുന്നത്. അന്നേരം പോടി എവിടെ നിന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ശ്യാമയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് കൂടെ ശ്യാമ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സമയം തീരാറായി എന്ന്. ഇനി കണ്ണെഴുതാനും പൊട്ടു തൊടാനുമുള്ള സമയം കൂടിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ബെഞ്ച് ചാടി ഇപ്പുറം വന്ന് പെട്ടെന്ന് കൺമഷി എടുത്ത് 3 പേരും ഒരേപോലെ 3 പേർക്കും ഇങ്ങനെ കണ്ണെഴുതുകയാണ്. വിഷ്ണുവും ശാലിനിയും മാത്രമാണ് ഈ ഗെയിം ആസ്വദിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ കണ്ണുകൾ പരസ്പരം ഉടക്കുകയും നോക്കിക്കൊണ്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ശ്രദ്ധയൊക്കെ ശ്യാമ തിരിപ്പിക്കുന്നുമുണ്ട്. ശാരദാമ്മയ്ക്ക് ഈ കുട്ടികളുടെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. തുടർന്ന് കണ്ണെഴിച്ചതിന് ശേഷം പൊട്ടും തൊടുന്നുണ്ട്. അന്നേരം സമയം തീരാറായി 3 2 1 എന്നൊക്കെ ശ്യാമ എണ്ണുന്നുണ്ട്. അന്നേരം പൊട്ട് വരുന്നില്ല എന്നൊക്കെ രാജീവ് ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. അളിയ 1 സെക്കൻഡ് എന്നൊക്കെ അർജുനും വിഷ്ണുവും ഒക്കെ പറയുകയാണ്. തുടർന്ന് കമ്മലുമിട്ട് പൊട്ടും തൊടിയിച്ച് അവരെ റെഡിയാക്കുകയാണ് 3 പേരും കൂടി. തുടർന്ന് ഇനി ജഡ്ജ്മെൻറ്റിനുള്ള സമയമാണെന്ന് ശ്യാമ പറയുകയാണ്. വിധി നിർണയത്തിനായി ആദരണീയായ ജഡ്ജ് കുടുംബശ്രീ ശാരദയെ ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് ശ്യാമ ഇങ്ങനെ ഒരു ഓളത്തിനങ്ങ് പറയുമ്പോൾ ഈ പെണ്ണിൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞ് ശ്യാമയെ വെറുതെ വഴക്ക് പറയുന്ന പോലെ കാണിക്കുകയാണ് ശാരദാമ്മ. പെട്ടെന്ന് നോക്കിയിട്ട് പറയുമ്പെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് ശാരദാമ്മ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഒരു 3 പേരെയും. തുടർന്ന് ഓരോരുത്തരെയും നോക്കിയിട്ട് അടിപൊളി നന്നായിട്ടുണ്ട് എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം ശാലിനിയുടെ അടുത്ത് ചെന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുകയാണ്. വിഷ്ണുവും അതേപോലെ ശാലിനിയെ നോക്കുന്നുണ്ട്. തുടർന്ന് അവർ തോറ്റില്ലേ അമ്മയെന്ന് ശ്യാമ ഇങ്ങനെ വിളിച്ച്
ചോദിക്കുമ്പോൾ ആ തോറ്റു എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം അയ്യേ തോറ്റേന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് കൈയടിച്ച് ചിരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, അതിന് നീ എന്തിനാ കൈയടിക്കുന്നത്, നീയാണ് തോറ്റതെന്ന്. അന്നേരം ആകെ അന്തം വിട്ട് നിന്ന വിഷ്ണുവിനും രാജീവും പിന്നെ അർജുനും ഒക്കെ അങ്ങ് സന്തോഷമാവുകയാണ്. അയ്യേ നീയാണ് തോറ്റതെന്ന് പറഞ്ഞിട്ട് ഈ 3 പേരെയും വിളിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ട് അവർക്ക് ചുറ്റും നിന്നങ്ങ് ഡാൻസ് കളിക്കുകയാണ്. അളിയ കൊടു കൈ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയെ നോക്കി കളിയാക്കുകയും അയ്യേ തോറ്റേന്നൊക്കെ പറഞ്ഞിട്ട് 3 പേർക്ക് ചുറ്റും വട്ടം കൂടി ഇന്ന് ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അന്നേരം നിർത്ത് ശ്യാമ പറയുമ്പോൾ അയ്യേ എന്താ മോളെന്നും പറഞ്ഞ് വിഷ്ണു ചെല്ലുകയാണ് ശ്യാമയുടെ അടുത്തേക്ക്. രാജീവും അർജുനും കൂടെയുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ അത്രയ്ക്ക് മോശമൊന്നുമല്ല, നമുക്കും എന്തെങ്കിലും ടാസ്ക് തന്നാൽ നമ്മൾ ചെയ്യാം, വിജയിച്ച് കാണിച്ചു തരാമെന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം ടാസ്ക് എന്ന് ആലോചിച്ചിട്ട് ക്വിസ് കോമ്പറ്റീഷൻ ആവാമെന്ന് രാജീവ് പറയുകയാണ്. അന്നേരം സാറിൻ്റെ ഒരു ക്വിസാന്ന് വേണ്ടാന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. നമുക്ക് ബോക്സിങ് ആവാമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് അർജുൻ പറയുകയാണ്, നമുക്കൊരു കോടതി പോലെ ഒരു വാദപ്രതിവാദമായാൽ എന്താന്ന്. അന്നേരം ശ്യാമ പറയുകയാണ്, 3 പേർക്കും 3 അഭിപ്രായമാണ്, അമ്മ തന്നെ എന്തെങ്കിലും ഒരു ടാസ്ക് പറഞ്ഞെന്ന് ശാരദാമ്മയോട് പറയുകയാണ് ശ്യാമ. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ഈ ക്വിസ് കോമ്പറ്റീഷനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല എന്ന്. അത് കേട്ട് വിഷ്ണുവിന് സന്തോഷമാണ്. രാജീവിനെ കളിയാക്കി വിഷ്ണു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അന്നേരം അടിപിടിയൊന്നും വേണ്ട കേട്ടോ വിഷ്ണു മോനെ എന്ന് പറയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യ പോലെ വിഷ്ണുവിൻ്റെ ആ ചിരി അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, അർജുൻ മോൻ പറഞ്ഞത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ കോടതി രംഗം നല്ലതല്ലേ, നമുക്ക് അതാകാമെന്ന്. അന്നേരം അർജുന് സന്തോഷമാകുകയാണ്. അന്നേരം ശ്യാമ പറയുകയാണ്, ശരി എങ്കിൽ ഇതൊരു കോടതിയാക്കാം, വെറും കോടതിയല്ല സത്യാമ്മയുടെ കോടതിയെന്ന്. അന്നേരം അമ്മയുടെ കോടതിയോ, അതിന് അമ്മ വന്നിട്ടില്ലല്ലോ എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ദേ ഈ നിൽക്കുന്നതാണ് സത്യാമ്മ എന്ന് പറഞ്ഞ് ശാലിനിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്നേരം നല്ലതായിരിക്കുമെന്ന് വിഷ്ണു പറയുകയാണ്. തുടർന്ന് പ്രീതിയെ ചൂണ്ടിക്കാണിയിട്ട് ഇത് വസുമതി കുഞ്ഞമ്മ, പിന്നീട് ശാരികയെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇത് ശാരദാമ്മ, കുടുംബശ്രീ ശാരദാമ്മ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പതിയെ രാജീവിൻ്റെ ചെവിയിൽ പറയുകയാണ്, ശാരദാമ്മയായിട്ട് കറക്റ്റ് ആയിരിക്കുമെന്ന്. എന്നിട്ടൊന്ന് ശാലിനി പറയുകയാണ്, അതൊന്നും ശരിയാവില്ല, ഞാൻ എങ്ങനെയാ സത്യാമ്മയായിട്ട് എന്നൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങളുടെ മാനം രക്ഷിക്കാനല്ലേ കുഞ്ഞച്ചി സമ്മതിക്കുമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ്. എങ്കിൽ കുടുംബശ്രീ ഹോട്ടലിൽ സത്യഭാമയുടെ കോടതിയുടെ കർട്ടൻ ഉയരട്ടെ എന്ന് പറഞ്ഞ് പറയുകയാണ് ശ്യാമ. ഇതേ സമയം കുടുംബശ്രീ വീട്ടിലേക്ക് ഹേമലതയുടെ 2 ആൾക്കാർ വരികയാണ്. അന്നേരം വീടൊക്കെ നോക്കിയിട്ട് അതിലൊരാൾ പറയുന്നുണ്ട്, അപ്പോൾ ഇവിടെയാണ് പ്രീതി ഉള്ളത്, അകത്ത് കുറേ കാറുകളൊക്കെ കിടക്കുന്നല്ലോ, ആൾക്കാർ തോനെ ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ നിന്നും പ്രീതിയെ ഇപ്പോൾ തൂക്കുന്നത് പറ്റുമോ എന്നറിയില്ല എന്ന് പറയുമ്പോൾ മറ്റേയാൾ പറയുകയാണ്, അത് പറ്റില്ല, ഇന്ന് തന്നെ പ്രീതിയെ കൊണ്ടു ചെല്ലണമെന്നാണ് ഹേമലത മാഡം പറഞ്ഞത്, ശരിക്കും ആളുള്ളപ്പോഴേ അവരെ ഒരാൾ മിസ്സാവുന്ന അറിയത്തുമില്ല, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ് ഈ 2 പേരും കൂടി. ഇതേ സമയമാകത്ത് അവർ 3 പേരും റെഡിയായി വരുന്നതും കാത്തു നിൽക്കുകയാണ് വിഷ്ണുവും രാജീവും അർജുനും ശാരദാമ്മയും ശ്യാമയും. രാജീവ് ആണെങ്കിൽ ഡെസ്കിൻ്റെ പുറത്തിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, എവിടെ, അവരിതുവരെ കണ്ടില്ലല്ലോ, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് 3 പേരും സത്യഭാമയുടെയും വസുമതിയുടെയും ശാരദാമ്മയുടെയും അതേ രൂപത്തിലും വേഷത്തിലും ഭാവത്തിലും ഒക്കെ വരുന്നത്. ആദ്യം വരുന്നത് പ്രീതിയാണ്. പ്രീതിയുടെ ആ ദേഷ്യത്തോടെയുള്ള മുഖഭാവമൊക്കെ കണ്ടിട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് അർജുനും വിഷ്ണുവും ശാരദാമ്മയും. വിഷ്ണു പതിയെ ബെഞ്ചിൻ്റെ ഓറിൽ കിടന്നുറങ്ങുന്ന രാജീവിനെ തട്ടി വിളിക്കുകയാണ്. രാജീവ് ഇങ്ങനെ പതിയെ എണീച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ച് സൂക്ഷ്മമായിട്ട് നോക്കുകയാണ് പ്രീതിയെ. തുടർന്ന് ആരാന്നൊക്കെ ചോദിക്കുന്ന വിഷ്ണു പെട്ടെന്ന് മടക്കി കുത്തിയിരിക്കുന്ന കൈലിയൊക്കെ നിവർത്തിട്ട് ബഹുമാനം പോലെ അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് അതേ ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രീതി സത്യഭാമയെ എന്നിങ്ങനെ 2-3 വട്ടം വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഇറങ്ങി വരികയാണ് സത്യഭാമയുടെ ആ ഒരു വേഷത്തിൽ. ഞാൻ ഇവിടെ ഉണ്ട് വസുമതി പറയണം എന്നും പറഞ്ഞ് ആ കസേരയിലേക്ക് ഇരുന്ന് സത്യഭാമ ഇരിക്കും പോലെ ഇരുന്ന് കാലുമേ കാലുകയറ്റി ഇരിക്കുകയാണ്. അന്നേരം ഇത് കണ്ടിട്ട് വിഷ്ണുവിനും രാജീവിനും അർജുനും ഒക്കെ ചിരി വരികയാണ്. വിഷ്ണു അവരോട് പറയുന്നുണ്ട്, ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അതേപോലെ ശാലിനിയുടെ എതിർന്നിരിക്കുകയാണ് വസുമതിയും അല്ല പ്രീതിയും. എന്നിട്ട് പറയുന്നുണ്ട്, കാര്യമുണ്ടായിട്ട് തന്നെയാണ് വന്നത്, എനിക്ക് വരേണ്ടി വന്നു, നാട്ടിലെ മുഴുവൻ നീതി നടപ്പാക്കുന്നവളല്ലേ സത്യഭാമ, എൻ്റെ കാര്യത്തിന് നീതി ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഈ സത്യഭാമയ്ക്ക് വാക്കാണ് സത്യം, എന്താണ് കാര്യമെന്ന് പറയൂ എന്ന് പറയുമ്പോൾ കൗരവരുടെ ചോര കണ്ടിട്ടേ മുടി കെട്ടുള്ളൂ എന്ന് പറഞ്ഞ പാഞ്ചാലിയെ പോലെ എൻ്റെ ഈ മുടി അഴിഞ്ഞു കിടക്കുന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ വീട്ടിൽ വന്ന് വെറുതെ എന്ന് ചിലച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നീ പടി കിടന്നു പോവില്ല എന്നൊക്കെ പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിലാണ്. ഇതൊക്കെ കണ്ട് അടക്കി പിടിച്ച് ചിരിക്കുകയാണ് വിഷ്ണുവും രാജീവും ശാരദാമ്മയും അർജുനും ഒക്കെ.
തുടർന്ന് ഇനി എന്ത് പരിഹാരമാണ് വേണ്ടത് എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ വസുമതിയുടെ മുടി കെട്ടണമെങ്കിൽ മുല്ലപ്പൂ വേണം, പക്ഷേ നാട്ടിൽ മുഴുവനുള്ള മുല്ലപ്പൂ എടുത്ത് മൊത്തം നിന്റെ തലയിൽ വട്ടം ചുറ്റിയിരിക്കുകയല്ലേ എന്ന് വസുമതി ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അന്നേരം ഇനി പറഞ്ഞാൽ ഡ്രോയിലെ പിസ്റ്റൺ ഞാനിന്ന് എടുക്കും എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് നീ മുതു ചെറിയത്തേ ഉള്ളൂ സത്യഭാമയെന്ന് പ്രീതി പറയുകയാണ്. അന്നേരം അത് കേട്ടങ്ങ് അടക്കി പിടിച്ച് ചിരിക്കുകയാണ് രാജീവും അർജുനുമൊക്കെ. അന്നേരം ചിരിക്കല്ലേ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വസുമതി നീ പറയരുത് എന്നും പറഞ്ഞ് സത്യഭാമ ചാടി എഴുന്നേൽക്കുകയാണ്. അതേപോലെ സത്യഭാമയെന്ന് ദേഷ്യത്തോടെ വിളിക്കുകയാണ് പ്രീതിയും. തുടർന്ന് ഇരുവരും തമ്മിൽ പരസ്പരം ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ വാവൊളിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ അവരുടെ വഴക്ക് കൂടാനായിട്ട് കൈയിട്ടിങ്ങനെ ഒരയ്ക്കുന്നുണ്ട് രാജീവ്. തുടർന്ന് സത്യഭാമ ശാലിനി പറയുകയാണ്, നാട്ടിലെ മുല്ലപ്പൂ മുഴുവനും തീർന്നെങ്കിൽ അതിന് കാരണക്കാരി ഒരാളേ ഉള്ളൂ, അത് ശാരദാമ്മ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയോന്നും പറഞ്ഞിങ്ങനെ ശാരദാമ്മ വായും പൊളിച്ചിരിക്കുകയാണ്. വിളിക്ക് ശാരദാമ്മയെ എന്ന് ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ ശാരിക വരികയാണ്. ശാരദാമ്മയുടെ അതേ സാരിയൊക്കെ എടുത്ത് കയ്യിൽ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ ഭവ്യതോടുകൂടി നടന്നു വരുമ്പോൾ ശാരദാമ്മ എന്നും പറഞ്ഞ് വായും പൊളിച്ച് ശാരദാമ്മ ഇരിക്കുന്നുണ്ട്. തുടർന്ന് അർജുനങ്ങ് കണ്ണു പൊത്തിച്ചിരിക്കുകയാണ്. വിഷ്ണുവും രാജിയും അതേപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ സത്യാമ്മ എന്തിനാണ് വിളിച്ചത് എന്നിങ്ങനെ ഭവ്യതോടുകൂടി ശാരിക ചോദിക്കുകയാണ്. അന്നേരം ശാരിക ഇങ്ങനെ മുന്നോട്ട് പിടിച്ചിട്ട് നാട്ടിലെ മുല്ലപ്പൂ മുഴുവൻ നിങ്ങൾ കുടുംബശ്രീ ഹോട്ടലിൽ കറി വെച്ചതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നിങ്ങനെ ദേഷ്യത്തോടെ ശാലിനി പറയുകയാണ്. തുടർന്ന് നിങ്ങളെ അത് ചെയ്യൂ ശാരദാമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ദേവിയിൽ ഇങ്ങനെ വിളിക്കുകയാണ് ശാരിക. തുടർന്ന് നിങ്ങളെ അത് ചെയ്യൂ, കാരണം നിങ്ങൾ ശാലിനിയുടെ അമ്മയാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് സത്യഭാമയെ പോലെ. അന്നേരം വസുമതിയും അതേപോലെ പ്രീതിയും ദേഷ്യപ്പെട്ട് പറയുകയാണ്, സത്യഭാമയെ നിങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ, കാരണം നിങ്ങൾ പ്രീതിയുടെ അമ്മയാണെന്ന്. അന്നേരം വസുമതിയിൽ ഇങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ സത്യഭാമയെന്ന് ഉറക്കെ വിളിക്കുകയാണ് പ്രീതി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും ചൂണ്ടി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ബാക്കി എല്ലാവരും അങ്ങ് രസിച്ചിരിക്കുകയാണ് ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട്. തുടർന്ന് ശാരദാമ്മയുടെ ബാഗ് പരിശോധിക്കണം എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അമ്പലത്തിലെ പ്രസാദമല്ലാതെ ഒരു നാണയത്തൊട്ട് പോലും എൻ്റെ ബാഗ് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് ശാരികയുടെ ബാഗ് വാങ്ങിച്ച് പരിശോധിക്കുകയാണ്. അന്നേരം അതിൽ നിന്നും ഒരു കെട്ട് മുല്ലപ്പൂ കിട്ടുമ്പോൾ അതിങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് ശാലിനി. അന്നേരം അയ്യേ നാക്കുകയാണ് വിഷ്ണു രാജീവിനെ നോക്കിയിട്ട്. തുടർന്ന് തൻ്റെ ബാഗിൽ നിന്നും മുല്ലപ്പൂ കണ്ടെത്തിയത് കണ്ട് ശാരികയങ്ങ് ശാരദാമ്മയെ പോലെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.